ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് ഇന്ന് നല്ല അടിപൊളി ഒരു മുയൽ ഇറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മുയൽ വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞങ്ങൾ യൂട്യൂബിൽ ഒരു മുയൽ ബിരിയാണിയുടെ വീഡിയോ ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഞങ്ങളുടെ തന്നെ സ്റ്റൈലിൽ ഒരു മുയൽ ബിരിയാണി ഉണ്ടാക്കിയല്ലോ എന്ന് ആലോചിച്ച് ഞങ്ങൾ മുയലിനെ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത്. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിനെ ആദ്യം ഷാലോ ഫ്രൈ ചെയ്യണം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ജിഞ്ചർ പൗഡർ, അത് നമുക്കിവിടെ ഹൽദി റസ്മ മേടിക്കാൻ കിട്ടും. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും മുളക് പൊടിയും നമ്മുടെ കുരുമുളക് പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന്. മിക്സ് ചെയ്തിട്ട് അവസാനം നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് ഇട്ടിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതുപോലെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് പേസ്റ്റാക്കി വെക്കണം. എന്നിട്ട് ആ പേസ്റ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കശുവണ്ടിയും നമ്മുടെ സവാളയും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അതിലോട്ട് നമ്മളൊരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് നെയ്യ് ഇടണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ, എന്തെങ്കിലും ഒരു സൺഫ്ലവർ എന്തെങ്കിലും ഓയിൽ ഒഴിച്ചാൽ മതി. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് കശുവണ്ടി ഇട്ട് കൊടുക്കുക. കശുവണ്ടി ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് കോരിയാൻ മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയെ അതിൻ്റെ അകത്തോട്ട് ഇടുക. സവാള നമ്മൾ മൊത്തം ബ്രൗൺ ആകുമ്പോൾ വെയിറ്റ് ചെയ്യൽ, ഒരു ചെറിയ ബ്രൗൺ ആക്കി തുടങ്ങുമ്പോഴേക്കും മാറ്റാം. ബാക്കി അത് ഇരുന്നിട്ട് അതങ്ങ് ബ്രൗൺ കളർ ആയിക്കോളും. ഇത് രണ്ടും വറുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മുയലിറച്ചി എടുത്ത് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് പാലോട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ മുയലിറച്ചി ഒന്ന് ഷാലോ ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീരകശാല റൈസ്, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റൈസാണ്, അതൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർക്കാൻ വെക്കണം. നമുക്ക് റൈസ് പെട്ടെന്നായി കിട്ടും. ഇപ്പോൾ നമ്മുടെ മുയലിറച്ചിയുടെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് അതിൻ്റെ അടുത്ത സൈഡും കൂടെ ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കല്, ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യാവുള്ളൂ. അങ്ങനെ നമ്മുടെ മുയലിറച്ചിയുടെ രണ്ട് സൈഡും നന്നായിട്ട് ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കത് കോരിയൊരു പ്ലേറ്റിലോട്ട് അതങ്ങ് മാറ്റാതെ അതെ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇങ്ങനെ നമ്മുടെ ഡോറിൽ തന്നെ സൂക്ഷിച്ചേക്കും. നമ്മുടെ ഏറ്റവും മേടിച്ചൊരു പ്രൊഡക്റ്റ് ആയത് നമുക്ക് എടുക്കാനും നമ്മുടെ സ്പേസൊക്കെ നമുക്ക് പുതുക്കി വെക്കാനും എളുപ്പമുണ്ട്. നമുക്കിനി നമ്മുടെ ബിരിയാണിയുടെ മസാല തയ്യാറാക്കാനായിട്ട് നമ്മുടെ സ്പൈസസ് എല്ലാം നമ്മുടെ ഷാലോ ഫ്രൈ ചെയ്ത എണ്ണയ്ക്കകത്ത് തന്നെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ബേ ലീഫും ഏലക്കയും സ്റ്റാറും ഗ്രാമ്പും പട്ടയെല്ലാം അങ്ങോട്ട് ഒരു 10 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ അത് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറാൻ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടിക്ക് പിടിക്കാതിരിക്കാണ്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണവും ആ കുത്തലൊക്കെ ഒന്ന് മാറുന്നിടം വരെ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്നായി കഴിയുമ്പോഴേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സവാള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ സവാള കുറച്ച് പെട്ടെന്ന് വഴണ്ട് വരും. ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ട് ഈ സവാള ഒന്ന് വഴണ്ട് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നല്ല അടിപൊളി ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കണം. ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പൊടികളൊന്നും യൂസ് ചെയ്യാറില്ല, വളരെ കുറച്ച് പൊടികൾ യൂസ് ചെയ്യാറുള്ളൂ. ആദ്യം തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഗരം മസാലയാണ്, അതൊരു 2 സ്പൂൺ ഗരം മസാല നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിന്, അത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് നമ്മുടെ മല്ലിപ്പൊടി, അതും വളരെ കുറച്ച് 1 സ്പൂൺ മല്ലിപ്പൊടി മാത്രം ഇട്ടിട്ട്, നമ്മൾ ആദ്യം കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളായിരുന്നുള്ളൂ, അപ്പം നമ്മൾ കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മളിട്ട മസാലയുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ കുറച്ച് കസൂരി മേത്തി ഓപ്ഷണലാണ്, വേണ്ടവർക്ക് യൂസ് ചെയ്താൽ മതി. അതും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്കൊന്ന്. അങ്ങനെ നമ്മുടെ മസാല നമ്മൾ അടിപൊളിയായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. നന്നായിട്ട് മൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കണം നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള സ്പൈസസ് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മൾ റൈസിലിടാനായിട്ട് നമ്മുടെ സ്റ്റാറും ബേ ലീഫും പട്ടയും ഗ്രാമ്പും ഏലക്കയും കൊണ്ടാണ് ഈ ബോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ബോൾ എടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഈ റൈസിനകത്തൊന്നും ഇതെല്ലാം ലാസ്റ്റ് പെറുക്കി കളയാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ ബോൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പെരുംജീരകം മാത്രം റൈസിൻ്റെ കൂടെ ഇടും, ബാക്കിയെല്ലാം നമ്മൾ ഈ ബോളിലാണ് സെറ്റാക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മുയലിറച്ചിയില്ലേ, അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലയും മുയലിറച്ചി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ എല്ലായിടത്തും എത്തിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടപ്പെടുത്ത് മൂടി വെക്കണം. എന്നിട്ട് 5 മിനിറ്റ് വെക്കണം. ഈ 5 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ മൂടി തുറന്ന് അതുകൊണ്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ തക്കാളി പേസ്റ്റ് ഇതിലോട്ടാണ് ഈ സമയത്താണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ.
നമ്മൾ മസാലയുടെ മുന്നേ ചേർത്തിട്ടില്ല. നമ്മൾ ഈ മുയിലിറച്ചി മിക്സ് ചെയ്ത് 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഈ തക്കാളി പേസ്റ്റ് ചേർക്കുന്നത്. അങ്ങനെ ആ തക്കാളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടി തക്കാളിയുടെ ടേസ്റ്റ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ തക്കാളി നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ സവാള ഈ സമയത്ത് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട. ഓൾറെഡി നമ്മൾ സവാള ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ വറുത്ത സവാള കുറച്ച് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ആ സവാളയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടെ ഒന്ന്. അങ്ങനെ നമ്മളിതെല്ലാം അവിടെ മിക്സ് ആക്കിയിട്ട് ഇതിലോട്ട് നമ്മളതിന് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മൾ ഈ ബിരിയാണിക്ക് നമ്മുടെ മടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ വേണമല്ലോ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. നമ്മുടെ ഇറച്ചിയൊക്കെ ഒന്ന് വെന്ത് മസാല എല്ലാം ഇറച്ചിയിലോട്ടൊന്ന് പിടിച്ച് ഒന്ന് സെറ്റാകാനായിട്ട് നമ്മൾ കുറച്ചൊരു 15 മിനിറ്റ് മൂടി വെക്കണം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ റൈസ് സെറ്റാക്കി എടുക്കാം. ആദ്യം കുറച്ച് നെയ്യ് ഇട്ടിട്ട് അതിലോട്ടാണ് കുറച്ച് നമ്മൾ പെരിഞ്ചീരകം ഇടുന്നത്. ആ നേരത്തെ പറഞ്ഞില്ല പെരിഞ്ചീരകം, അത് നമ്മളിപ്പോഴാണ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരുന്ന അരി നമ്മൾ ആ നെയ്യിലൊക്കെ തൊട്ടിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ നിന്ന് എണ്ണക്കകത്തിട്ടൊന്ന് എല്ലായിടത്തും നെയ്യ് എത്തുന്ന രീതിയിലൊന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ റൈസൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. 1 ഗ്ലാസ് അരിക്ക് നമ്മൾ 1.25 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സ്പൈസസിൻ്റെ ആ ബോളിനകത്ത് ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരുന്ന നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരച്ചു വെച്ചില്ലായിരുന്നു, അതിനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളപ്പോൾ ഈ റൈസിൻ്റെ കൂടെ ഇപ്പോൾ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ റൈസ് മൂടി വെക്കാവുന്നതാണ്. ഇനി നമ്മുടെ മസാലയ്ക്കകത്തോട്ട് കുറച്ച് തൈര്, ഞാൻ എപ്പോഴും തൈര് ഏറ്റവും ലാസ്റ്റാണ്, അതായത് റൈസ് ഇടുന്നതിന് കുറച്ച് മുന്നായിട്ട് മാത്രമേ തൈര് നമ്മുടെ ബിരിയാണി മസാലയ്ക്കകത്ത് ഇടത്തുള്ളൂ. അത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ, നമുക്കിവിടെ മല്ലിയില കടയിപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഡ്രൈഡ് കൊറിയാണ്ടർ ലീവ്സാണ് മേടിച്ചത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ഇടാം, ഒന്ന് മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ റൈസ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം വിട്ട് വന്നിട്ടുണ്ട്, ഒന്നും ഒട്ടിപ്പിടിച്ചൊന്നും ഇരിപ്പില്ല. അപ്പം നമുക്കിനി നമ്മുടെ റൈസ് നമ്മുടെ മസാലയ്ക്കകത്തോട്ട് നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം. ദം ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മൾ ആദ്യം മസാലയുടെ മുകളിലോട്ട് ചോറൊക്കെ ഇങ്ങനെ വേഗത്തിൽ സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കശുവണ്ടി ഇട്ട് കുറച്ച് നെയ്യും കൂടെ മീതെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ മുകളിലോട്ട് ഇങ്ങനെ തൂവി കൊടുത്തിട്ട് ഒരു ഫോയിലൊക്കെ എടുത്ത് അതൊന്ന് മൂടിയിട്ട് നന്നായിട്ട് സെറ്റായിട്ടൊന്ന് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ ദമ്മൊക്കെ ഒന്ന് പൊട്ടിക്കാൻ പോകാം. നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിം ഒരിക്കലും വെക്കല്. ഇവിടെ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കൂടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാണ്ട് വെക്കുക. അങ്ങനെ നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ചപ്പോൾ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ പ്ലേറ്റിങ് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ റൈസ് മസാല കുറച്ചെടുത്തിട്ട് ഒരു പീസൊക്കെ ഇങ്ങനെ എടുത്ത് ആ റൈസിൻ്റെ അകത്തോട്ട് വെച്ച് അങ്ങനെ നമ്മുടെ മുകളിലേക്ക് റൈസൊക്കെ ഇട്ട് നമുക്കിങ്ങനെ ഫുള്ള് കവറാക്കി എടുക്കണമെന്ന്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പ്ലേറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ചൂട് ബിരിയാണിയും അതിൽ നല്ല മുയിലിറച്ചിയും മുയിലിറച്ചിയുടെ ഫ്ലഷൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് വെന്ത് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ മസാലയും മുയിലിറച്ചിയും റൈസും ആ സാലഡും എല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് കഴിച്ചു വെക്കാം കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയാണ് ഗായ്സ്. ഞങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ.